സന്നിധാനത്തിലായിരിക്കാം. ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിൽ റേവേൽ എന്ന് പറയുന്ന ഒരു നാസ്തികൻ ജീവിച്ചിരുന്ന അദ്ദേഹം ബൈബിളിലെ സന്മാർഗിക നിയമങ്ങളും അന്നറിയപ്പെട്ടിരുന്ന ചിന്തകന്മാരുടെ തത്വചിന്തകളും പ്രചരിപ്പിച്ചു. വളരെ വേഗത്തിൽ അദ്ദേഹം അത് പ്രചരിപ്പിച്ച് ആ പുതിയ ദർശനം വേഗത്തിൽ ജനത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെടുമെന്ന് അദ്ദേഹം വിചാരിച്ചു. അദ്ദേഹം വിചാരിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ മതം ദേശങ്ങളിൽ പ്രചരിപ്പിക്കുവാനിടയായില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ സ്നേഹിതനായ ബാറാസിനോട് പറഞ്ഞു, എൻ്റെ മതം ഇത്ര നല്ലതായിരുന്നിട്ടും എൻ്റെ സ്വന്തം സ്ഥലമായ ഫ്രാൻസിൽ പോലും ജനം ഇത് അംഗീകരിച്ചില്ല. ഉടൻ അദ്ദേഹത്തിൻ്റെ സഹപാഠിയായ ബാറാസ് പറഞ്ഞു, സ്തോത്രം. അദ്ദേഹം തന്നെ, ആ മനുഷ്യൻ തന്നെ പറഞ്ഞു, സ്തോത്രമല്ലിയ, എൻ്റെ നിസ്സാരനായ അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാതിരുന്ന കേവലം 12 ശിഷ്യന്മാർ വഴി യേശു തൻ്റെ മാർഗം ലോകം മുഴുവനും പ്രചരിപ്പിച്ചതോർത്തു ഞാൻ അത്ഭുതപ്പെടുന്നു. ഉടനെ അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായ ബറാസ് എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു, താങ്കൾക്കും അത് സാധിക്കും. ഒരു വെള്ളിയാഴ്ച ജീവനോടെ കുരിശിൽ തറയ്ക്കപ്പെട്ട് അടുത്ത ഞായറാഴ്ച ജീവനോടെ ഉയർക്കപ്പെട്ടാൽ താങ്കളുടെ മാർഗവും ലോകത്തിൽ പ്രചരിക്കപ്പെടും. ലോകത്തിലെ മഹാന്മാരെല്ലാം നിഷ്പ്രഭരായി തീർന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് കർത്താവായ യേശുക്രിസ്തു. യേശുവിൻ്റെ ജനനത്തിലും യേശുക്രിസ്തുവിൻ്റെ അത്ഭുത ശുശ്രൂഷയിലും യേശുക്രിസ്തുവിൻ്റെ മരണത്തിലും യേശുവിൻ്റെ ഉയർത്തിലും തത്തുല്യമായി പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയും ഈ ലോകത്തിലില്ല. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ നിഷ്പ്രഭനാകാത്ത ഒരു വ്യക്തിയും ഈ ലോകത്തിലില്ല. ആ യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ രാത്രിയിൽ സംസാരിക്കുന്നതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടനാണ്. യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, യേശു എന്ന് പറയുന്ന ഒരു ശക്തിയല്ല. യേശു എന്ന് പറയുന്നത് ഭൂമിയുടെ പൂർണ്ണനാണ്. യേശു എന്ന് പറയുന്നത് ഭൂമിയുടെ ആന്തരിക സത്താണ്. യേശു എന്ന് പറയുന്നത് ഭൂമിയുടെ ജീവനാണ്. യേശു എന്ന് പറയുന്നത് ഭൂമിയുടെ വെളിച്ചമാണ്. ലോകത്തിന്റെ മധ്യത്തിൽ നിലകൊള്ളുന്നവനാണ് യേശു. AD എന്നും BC എന്നും ലോകത്തിന്റെ ചരിത്രത്തെ രണ്ടായി തരംതിരിച്ച് വിഭജിച്ചുകൊണ്ട് ലോകത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ചരിത്രകാലം മുതൽ ക്രിസ്തുവിന്റെ കാലം വരെ കർത്താവ് നിലകൊള്ളുകയാണ്. BC എന്നും AD എന്നും പറഞ്ഞ് ലോകത്തിന്റെ മധ്യത്തിൽ നിലകൊള്ളുന്ന അജീയനായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇന്ന് രാത്രി ഞങ്ങൾക്ക് സംസാരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നും ലോകമെങ്ങും ആവർത്തിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിന് രൂപം നൽകിയ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇറ്റാലിയിലെ ഡയാനീസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു സന്യാസി ദൈവദാസൻ, അദ്ദേഹം പറഞ്ഞു, യേശുക്രിസ്തുവിനെ പോലൊരു വ്യക്തി ലോക ചരിത്രത്തിൽ ജീവിച്ചിരുന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. യേശു ഈ ലോകത്തിൽ ജനിക്കാതിരുന്നെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി സമൂഹം അവഗണിക്കപ്പെട്ട അർത്ഥാന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന യേശുക്രിസ്തുവിന്റെ 33.5 വർഷക്കാല ജീവിതം അതുല്യമായിരുന്നു. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിക് എന്ന് പറയുന്ന 3 തത്വജ്ഞാനികൾ 130 വർഷം മനുഷ്യ ജീവിതങ്ങളെ നീറിപ്പുകച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹത്തിലൂടെ ഈശ്വരനുമായി ബന്ധപ്പെടുവാൻ ത്യാഗോചരണമായ പുത്തൻ വഴി തുറന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മുന്നിൽ നിഷ്പ്രഭനാകാത്ത വ്യക്തി ലോകത്തിന്റെ ചരിത്രത്തിലില്ല. ഒരിക്കൽ വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞു, യേശുക്രിസ്തു ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കണ്ണിൻ്റെ കണ്ണുനീരല്ല, എൻ്റെ ചങ്കിൻ്റെ ചോര പൊട്ടിച്ച് ആ പാതാള വിന്ദം കഴിയുമായിരുന്നു. ആ യേശുക്രിസ്തുവിനെ അറിയുവാൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. കേരളത്തിൻ്റെ തലസ്ഥാനമെന്ന് അറിയപ്പെടുന്ന തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഒരു കൊച്ചു ഗ്രാമത്തിൽ വലിയുറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിക്കപ്പെട്ടത്. യേശുക്രിസ്തു ആരെന്നറിഞ്ഞുകൂടാതെ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ നടുവിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയൊരു മനസ്സിറങ്ങിയ പോലെ ഇറങ്ങിയൊരു കാലം ഉണ്ടായിരുന്നു. യേശുവിന്റെ സ്നേഹം എന്നെ തേടി വന്ന്
യേശു ആരെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ മതവിഭാഗത്തിൽ ഒരു ഹൈന്ദവ കുടുംബത്തെ ജനിച്ചു വളർത്തപ്പെട്ടവനാണ്. യേശുവിന്റെ സ്നേഹം എന്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. ജീവിതം തറക്കപ്പെട്ട് എന്തെന്നറിഞ്ഞുകൂടാ. കുടുംബമായിട്ട് എൻ്റെ മാതാവ് ജീവിക്കുവാൻ മാർഗമില്ലാതെ ആത്മഹത്യ പൂജാമുറിയിൽ ചെയ്താൽ മതിയെന്ന് ചിന്തിച്ച സമയങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശുവിന്റെ സ്നേഹം എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നത്. തിരുവനന്തപുരം പട്ടണത്തിൽ രാമൂടിൽ പി ഡി ജോൺസ് എന്ന് പറയുന്ന അസംബ്ലി സ്കൂളിന്റെ സൂപ്രണ്ടായിരിക്കുന്ന ദേവദാസൻ 1986 അവിടെ ശുശ്രൂഷകളുടെ കാലയളവിൽ ആ സഭയിൽ കടന്നു പോകുന്ന ഒരു മാതാവ് എൻ്റെ മാതാവിനോട് വന്ന് യേശുവിന്റെ സുവിശേഷം പറഞ്ഞു. അങ്ങനെ എൻ്റെ മാതാവ് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. ആ സ്നേഹത്താൽ എന്നെയും ആ സഭയിലേക്ക് ക്ഷണിച്ചു. ഞാൻ അവിടെ പോയി യേശുവിന്റെ സുവിശേഷം കേട്ടു. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. കർത്താവിൻ്റെ ഒരു മകനായി തീരുവാൻ ദൈവം കുടുംബമായിട്ട് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ നടുവിൽ കടന്നു വന്ന് ഈ യേശു ക്രിസ്തുവിന്റെ സന്തോഷം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സമ്പത്തുകൾ ഞങ്ങൾ സമ്പാദിച്ചുണ്ടാക്കി ഞങ്ങളുടെ പിതാക്കന്മാർ. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. സമ്പത്ത് നമുക്ക് സമാധാനം തരികയില്ല. ഒരിക്കൽ അമേരിക്കയിൽ ഒരു പത്രിക ഒരിക്കൽ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചു. ആ പ്രസിദ്ധീകരിച്ച പത്രിക 20 രൂപ നോട്ടിന്റെ രൂപത്തിലാണ് ആ പത്രിക പ്രസിദ്ധീകരിച്ചത്. ആ പത്രിക പ്രസിദ്ധീകരിച്ചപ്പോൾ 20 രൂപ നോട്ടിന്റെ രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ട് ഒരു വശത്ത് 20 രൂപ ഡോളറിന്റെ രൂപത്തിൽ ഒരു സൈഡും മറ്റൊരു സൈഡിൽ ആ പ്രസിദ്ധീകരിച്ച പത്രത്തിൽ സിന്ധൂതികമായ ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പത്രിക പ്രസിദ്ധീകരിച്ചു. അതെങ്ങനെയായിരുന്നു? പണം ഉല്ലാസങ്ങൾക്ക് ലഭ്യമാകും, സന്തോഷം ലഭ്യമാകുകയില്ല. പണമുണ്ടെങ്കിൽ പുസ്തക സഞ്ചയങ്ങൾ കരവിതമാക്കാം, ജ്ഞാനം കരവിതമാക്കാൻ കഴിയുകയില്ല. പണമുണ്ടെങ്കിൽ നാഴിക മണി വാങ്ങിക്കാം, സമയം മേടിക്കുവാൻ സാധിക്കുകയില്ല. പണമുണ്ടെങ്കിൽ സുഖകരമായ മെത്ത മേടിക്കാം, പക്ഷെ ഉറക്കം മേടിക്കുവാൻ സാധ്യമല്ല. പണമുണ്ടെങ്കിൽ മണിമന്ദിരങ്ങൾ പണിയാം, പക്ഷേ ഭവനം പണിയുവാൻ സാധ്യമല്ല. പണമുണ്ടെങ്കിൽ ഔഷധങ്ങൾ മേടിക്കാം, പക്ഷേ സൗഖ്യം മേടിക്കുവാൻ സാധ്യമല്ല. പണമുണ്ടെങ്കിൽ സ്വർണ്ണ കുരിശ് മേടിക്കാം, പക്ഷേ രക്ഷകനെ മേടിക്കുവാൻ സാധ്യമല്ല. പണമുണ്ടെങ്കിൽ പള്ളി പണിയാം, പക്ഷേ രക്ഷ നേടുവാൻ സാധ്യമല്ല. പണം കൊണ്ട് നിങ്ങൾക്ക് പലതും നേടാം, പക്ഷേ രക്ഷകനെ നേടുവാനും സമാധാനം നേടുവാനും സാധ്യമല്ല എന്ന് പറഞ്ഞത് അവസാനിക്കുവാനിടയായി. സമാധാനമില്ലാതെ ജീവിതത്തിന്റെ നാൽക്കാവലയിൽ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ അന്വേഷിച്ച സമയമുണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ സ്നേഹം എൻ്റെ കുടുംബത്തിൽ കടന്നു വന്നതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷകനായ യേശുവിനെ കണ്ടെത്തുവാനും ജീവിത ലക്ഷ്യം പ്രാപിക്കുവാനും ആ യേശുവിന്റെ സാക്ഷ്യം ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും കേരളത്തിലും പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ദൈവസഭയിൽ നിന്നുകൊണ്ട് പല സഭകളിലും ഒരു ശുശ്രൂഷകരായിരിക്കുവാനും കർത്താവിന്റെ വേല ചെയ്യുവാനും ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ആ ഭാഗ്യത്തിന്റെ അളവിൽ എനിക്ക് ഹരിപ്പാട് സെന്ററിലും ചേപ്പാട് സഭയിലും ഇന്ന് ഈ പ്രിയപ്പെട്ടവൻ ഒരുക്കിയിരിക്കുന്ന ഈ മുറ്റത്തെ കൺവെൻഷനിലും വന്ന് കർത്താവിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ ദൈവം ഇന്ന് ഭാഗ്യം തന്നു. യേശു ക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും വിശ്വസിപ്പിക്കാനും അംഗീകരിക്കുവാനും യോഗ്യമായ വചനമാണ്. ഈ യേശുവിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിന്റെ ഭാഗ്യം, എൻ്റെ കുടുംബത്തിന്റെ ഭാഗ്യം, എൻ്റെ തലമുറയുടെ ഭാഗ്യം. അതുകൊണ്ട് ഇന്ന് രാത്രി അല്ലെല്ലാം മാനസാന്തരപ്പെടാഞ്ഞാൽ നാം എല്ലാവരും നശിച്ചു പോകും. യേശുവിനെ കണ്ടെത്താൻ കഴിയുന്ന ഒരു അന്ത്യ നിമിഷത്തിലാണ് നാം വന്ന് നിൽക്കുന്നത്. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ജനിക്കുന്നതിനെ കുറിച്ച് പ്രവാചകന്മാർ വ്യക്തമായ നിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിന് മാത്രമേ ഈ അപൂർവ പദവി ലഭിച്ചിട്ടുള്ളൂ. ജനിക്കുന്നതിന് മുമ്പ് സമ്പൂർണ്ണ ജീവചരിത്രവും രേഖപ്പെടുത്തുകയും അപ്രകാരം ജീവിക്കുകയും ചെയ്തത് കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിന് മുമ്പ് യേശുക്രിസ്തു വരുന്ന കാര്യങ്ങളെ കുറിച്ച് 109 പ്രവചനങ്ങൾ പ്രവാചകന്മാർ പ്രവചിച്ചു. ആ പ്രവചനങ്ങൾ ഒന്നാം വരവിനോട് ബന്ധത്തിൽ നിറവേറ്റപ്പെട്ടു. യേശുക്ക് രണ്ടാം വരവിനോട് ബന്ധത്തിൽ 224 പ്രവചനം പ്രവചിച്ചു. പലതും നിറവേറ്റപ്പെട്ട് ചിലതും
നിറവേറ്റപ്പെടാൻ പോകുകയാണ്. യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഇന്ന് പകൽക്കാലം എത്ര സംസാരിച്ചാലും ഞങ്ങൾക്ക് മതി വരികയില്ല. യുഗങ്ങളെ കുറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ അന്തർദാഹത്തിന്റെ ഉത്തരമായി യേശു ഭൂമിയിൽ പൂജാതരനായി. യേശുവിനെ കുറിച്ച് പ്രവചിച്ചവർ ധന്യരായി. യേശുവിനെ കണ്ടവർ സായുജ്യമടഞ്ഞു. മനുഷ്യ ഹൃദയത്തെ പരിവർത്തനങ്ങളുടെ പടവുകളിൽ എത്തിക്കുവാൻ മനുഷ്യ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ വിപ്ലവം സൃഷ്ടിച്ച ആചാര്യനാണ് യേശുക്രിസ്തു. ആ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇന്ന് രാത്രി കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നത് ജീവിതത്തിന്റെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഇന്ന് രാത്രിയിൽ ഈ ദേശത്ത് ഘോഷിക്കപ്പെടുമ്പോൾ തന്റെ ഭക്തന്റെ വായിൽ നിന്ന് ഇന്ന് രാത്രി അടർന്നു വീഴുന്ന ദൈവശബ്ദം പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തേണ്ടതിന് ആ സന്ദേശം ഇന്ന് രാത്രിയിൽ ജീവിതങ്ങൾക്ക് വിടുതലും ആശ്വാസമായി തീരേണ്ടതിന് ഇന്ന് രാത്രി ഇടയാക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഈ പ്രാർത്ഥനയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ ദൈവമക്കൾക്കും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പാടി കർത്താവിനെ അല്പനിമിഷം മഹത്വപ്പെടുത്തി ഒരു ആത്മീയ അന്തരീക്ഷത്തോടുകൂടെ ഇതിനെ ദൈവസന്നിധിയിൽ നമുക്ക് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ് ജീസസ്. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് താഴ്ത്തി ഒരുമിച്ച് പറയാം. കർത്താവേ, ഈ രാത്രികാലം വലിയ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യണമേ. ഹല്ലേലൂയ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നീടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയത്തിൽ. എന്റെ അഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ. എല്ലാ കരങ്ങളെയും അടിച്ചു ചേർത്ത് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഫലമായ ശരണമതാകയ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ഫലമായ ശരണമതാകയ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്ക് ചാരിടും ഞാനവരിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്ക് ചാരിടും ഞാനവരിൽ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അഖിലവും തീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അഖിലവും തീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും അവൻ മാറ്റം ഭവിക്കാത്തവേ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ അവൻ മാറ്റം ഭവിക്കാത്തവേ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അഖിലവും തീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അഖിലവും തീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഉള്ള കാലമുള്ള നേരത്തു നീ എന്നെ കാലത്തും ഒപ്പിച്ചു നിർത്തുമേ. ഉള്ള കാലമുള്ള നേരത്തു നീ എന്നെ കാലത്തും ഒപ്പിച്ചു നിർത്തുമേ.
എന്നുടെ ആശ്വാസകേ ഉള്ളക്കാരത്തിൽ വരച്ചവനു ജഗദീശൻ എന്നുടെ ആശ്വാസകേ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതേ എന്റെ അല്ലലഖിലവും നീർത്തിടും ഞാൻ ഒന്നിൽ പാടിടും ഞാൻ ഉലകേ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതേ എന്റെ അല്ലലഖിലവും നീർത്തിടും ഞാൻ ഒന്നിൽ പാടിടും ഞാൻ ഉലകേ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ആമേൻ യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു പരലോകത്തിൽ ജീവിക്കുന്നു ആമേൻ യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു പരലോകത്തിൽ ജീവിക്കുന്നു ഈ ലോകത്തിൽ നാം ഇനി വേഗം വരും രാജരാജനായി വാഴിടുവാൻ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ഉറപ്പോടെ പറഞ്ഞേ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ശബ്ദത്തോടെ ഹല്ലേലൂയ വിവ ദൂരകരം ദാതുകരെ ഓ വിവ ദൂരക്ഷീതല ദൂരകരം ദല ദൂരകരാജ അതരക്ഷകരം ജഗരം ജഗരാധകരം ദല ദൂരകരം ദേ അതരാജകരാധകരം ദല ദൂരകരക്ഷ അദ്വാന ദീഗം വീടി ഹസ്താരാജ ദീഗാന വൈഡാരാജ വിവ ബാബ ദൂരാന ഹസ്താരാജ വിവ ബാബ യേശുവിന്റെ നാമത്തിൽ എന്റെ യേശു ഇന്നും ജീവിക്കുന്ന ദേശത്തോടെ വിളിച്ചു പറയുവാൻ ഉയർത്തി ശക്തിയോടെ ശക്തിയോടെ ഓ വിവാഹ ദൂര ബാബ ദൂര വൈഡി ദൂര രക്ഷ വിവാഹ അന്ധരാജ വിവാഹ ദൂരമേട ദൂരവേ അന്ധരാജ വിവാഹ ദൂരമേട വിവം ചെയ്ത ഒരുമിച്ച് ചേർന്ന് ആരംഭിക്കപ്പെടുന്ന ഈ സുവിശേഷ യോഗം ഇന്ന് രാത്രിയിൽ ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസന്മാരുടെ പ്രാർത്ഥിച്ച ഭവനക്കാരുടെയും നടന്നുകൊണ്ടല്ല ദൈവമക്കളുടെ അനുവാദത്തോടുകൂടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ എല്ലാവർക്കും ഇരിക്കാം. മഹത്വപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച റോബിൻ എൻ്റെ സ്നേഹിതനാണ്. ഞാൻ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ടവനാണ്. ഞാൻ മാവേലിക്കര കല്ലുമല്ല ദൈവസഭയിൽ കഴിഞ്ഞ 4 വർഷം ഇവിടെ ശുശ്രൂഷയിലായിരുന്നപ്പോൾ പല്ലാരിവട്ടത്ത് കർത്താവിൻ്റെ ദാസൻ ഒരു ചർച്ചിലെ ശുശ്രൂഷകനായിട്ട് എന്നെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിപ്പാനിടയായി ഓർക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ ദാസൻ ഗാനങ്ങൾ ആലപിച്ചപ്പോൾ ആ സ്റ്റേജിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പല സ്ഥലങ്ങളിലും പരസ്യവും നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതൊക്കെ എനിക്ക് കാണാനിടയായി. ഒരുമിച്ച് ഈ വേദിയിൽ കാണാനിടയാക്കിയതിൽ വളരെ സന്തോഷം. ദേവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടായിരിക്കാം. കർത്താവിൻ്റെ ദാസൻ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഇന്ന് രാത്രി നൽകും. ക്രിസ്തുവിന്റെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.